നമസ്കാരം, ഞാൻ ഗോപൻ മാസ്റ്റർ, നിങ്ങളുടെ പ്രിയപ്പെട്ട തബല മാസ്റ്റർ. ഞാൻ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നിങ്ങളെ തബലയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. തബല ഈ ഹിന്ദുസ്ഥാനി കച്ചേരികൾക്കും അതുപോലെ ഗസല്, കഥക് ഡാൻസ്, ഭജൻസ്, അങ്ങനെയുള്ള നമ്മുടെ ഗാനമേളകൾക്കൊക്കെ വായിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് തീർന്നത് എങ്ങനെയാണ് ആ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായത്, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പണ്ടത്തെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അമീർ ഖുസ്രോ എന്നൊരു പക്കവാജ് പ്ലെയർ ഉണ്ടായിരുന്നു. പക്കാവാജ് പ്ലെയർ എന്ന് പറഞ്ഞാൽ, പക്കാവാജ് എന്ന് പറഞ്ഞാൽ മൃദംഗം പോലെ ഇരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റാണ്. അത് വലിയൊരു ഇൻസ്ട്രുമെൻറ്റാണ്. അത് കൊണ്ടു നടക്കാനും രണ്ട് സൈഡിലാണ് വായിക്കണം. അപ്പോൾ അത് കണ്ട് വായിക്കാൻ പോലത്തെ രണ്ട് പാടാണ്, കാരണം രണ്ട് സൈഡിൽ വായിക്കണമുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് തോന്നി ഇങ്ങനെ മുകളിലാണ് വായിക്കണമെങ്കിൽ നമുക്ക് കാണാമല്ലോ, കണ്ട് വായിക്കാമല്ലോ. അതനുസരിച്ച് അദ്ദേഹം അതിന് രണ്ടായിട്ട് മുറിച്ചിട്ട് തബലയുടെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. അതുകൂടാതെ അത് 13 നൂറ്റാണ്ടിലാണ് നടന്നത്. അതുകൂടാതെ 18-ാം നൂറ്റാണ്ടിൽ ഇപ്പോൾ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന കാര്യം ഇതാണ്. സിത്താർ ഖാൻ ധാടി എന്നൊരു ഡൽഹി ഘരാനയുടെ സ്ഥാപകൻ, അദ്ദേഹമാണ് തബല നിർമ്മിച്ചത് എന്നാണ് ഇപ്പം നിലവിൽ എല്ലാ ചരിത്രകാരന്മാരും അംഗീകരിച്ചിരിക്കുന്ന ഒരു സംഗതി. ഇപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടില്ലേ, ഖരാന എന്ന് ഞാൻ പറഞ്ഞു, ഡൽഹി ഖരാനയുടെ സ്ഥാപകൻ. എന്താണ് ഈ ഖരാന? ഖരാന എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിൻ്റെ കീഴിൽ അഭ്യസിച്ച് വരുന്ന കുറേ ശിഷ്യന്മാർ അങ്ങനെ. അപ്പോൾ ഒരു സമൂഹം ആ ഒരു ഗുരുവിൻ്റെ കീഴിലായിരിക്കും. ഇപ്പോൾ ഡൽഹിയിലെ ഗുരു അദ്ദേഹമാണ് സ്ഥാപിച്ചത്, അതായത് സിത്താർ ഖാൻ ധാടി അദ്ദേഹമാണ് ആ ഖരാന സ്ഥാപിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ സ്ഥാപകനായിട്ട് കണക്കായിട്ട് ദില്ലി ഖരാന, പഞ്ചാബ് ഖരാന, അതുപോലെ കുറേ 6 വിധത്തിലുള്ള ദില്ലി ഖരാന കൂടാതെ ലക്നൗ ഖരാന, പിന്നെ അജാഘാട്ട് ഖരാന, ഫറൂഖാബാദ് ഖരാന, ബനാറസ് ഖരാന, പഞ്ചാബ് ഖരാന, അങ്ങനെ 6 വിധത്തിലുള്ള ഖരാനകളിൽ 6 ഗുരുക്കന്മാരുടെ കീഴിലാണ്. ഇപ്പോൾ ഒരു ഗുരു വായിക്കുന്നത് പോലെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല വേറൊരു ഗുരു വായിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി, വേറെ ഗുരുവിൻ്റെ ശൈലി, അത് പരസ്പരം ശരിയായി ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് തെറ്റല്ലല്ലോ, അത് താളത്തിൽ ആ കണക്ക് പ്രകാരം വായിക്കുക, അതാണ്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റൈലായിരിക്കില്ല വേറൊരു വ്യക്തി പഠിപ്പിക്കുന്നത്, പലരും പല വിധത്തിലായിരിക്കും പഠിപ്പിക്കുക. അപ്പോൾ ഒരു കാറിൻ്റെ ഹോൺ കേട്ടു അല്ലേ, സോറി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ആരെന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല, ആ പഠിച്ച വിദ്യാർത്ഥി എങ്ങനെ വായിക്കുന്നു, മറ്റുള്ളവർക്ക് എങ്ങനെ തൻ്റെ കഴിവിനെ പ്രകടിപ്പിച്ച് കൊടുക്കുന്നു, അതിലാണ് കഴിവിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഖരാനകളെക്കുറിച്ചും താളങ്ങളെക്കുറിച്ചും എല്ലാം വിശദമായിട്ട് സംസാരിക്കാം. അതുകൂടാണ്ട് നമുക്ക് തബലയും പഠിക്കണ്ടേ, നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമയം 5 മിനിറ്റിനുള്ളിൽ നിർത്തണമെന്ന് പറയാൻ ഭയങ്കര പാടാ, 5 മിനിറ്റിനുള്ളിൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ. പക്ഷേ നമുക്ക് സമയപരിധിയിൽ നിർത്തണമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഗോപൻ മാസ്റ്റർ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സഹായിക്കണം. അതുവരേക്കും എല്ലാവർക്കും ഓണാശംസകൾ. ശരി, താങ്ക് യു.